മീഡിയസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ സ്റ്റീഫൻ സ്പിൽബർഗായി മാറുകയാണ് പൃഥ്വിരാജ്. എമ്പുരാൻ എന്ന സിനിമയുടെ ഓരോ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം വെളിവാവുകയാണ്. ഈ സിനിമ ഒരു ഒന്നൊന്നര സിനിമ തന്നെയായിരിക്കും, യാതൊരു വ്യത്യാസവുമില്ല. ഇതുവരെ ആളുകൾ ചിന്തിച്ചതിന് മുകളിലുള്ള ലെവലായിരിക്കും ഈ ഒരു സിനിമ. 250 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ 500 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്നുള്ളതിന് ഇനി സംശയങ്ങളൊന്നും വേണ്ട. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഇറങ്ങുന്ന ഈ ഒരു സിനിമ അമ്മാതിരി ഒരു തൂക്ക് തന്നെയായിരിക്കും തൂക്കാൻ പോകുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇടയ്ക്ക് നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തും. എന്താണെങ്കിലും മോഹൻലാൽ ഇന്ന് പുറത്തു വിട്ടിരിക്കുന്ന ക്യാരക്ടർ നമ്പർ 7 ജെറോമി ഫ്ലിൻ ആണ് അതിനകത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വെബ് സീരീസ്, സിനിമയിലെ വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രത്തോളം ഫേമസ് ആണ്. നമ്മൾ പലരും അഭിനയത്തിന് വേണ്ടി ആ ഗെയിം ഓഫ് ത്രോൺസ് പലവട്ടം കണ്ടവരാണ്. അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് കാണാത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേര് ഈ ഒരു സീരീസ് അമ്മാതിരി കണ്ടു തന്നെയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ താരങ്ങളെ ഇറക്കി തന്നെയാണ് ഇതിനകത്തിലുള്ള കളി എന്ന് തന്നെ പറയാം. ഒരു രക്ഷയുമില്ലാത്ത കൊടൂരമായിട്ടുള്ള കാസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. മലയാളത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റീഫൻ സ്പിൽബർഗായി മാറുകയാണ് പൃഥ്വി. അമ്മാതിരി കാസ്റ്റിംഗ് ആണ്, ഒരു കൊടൂര കാസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. അതായത് ഒരു രക്ഷയുമില്ല. ഇനിയും വരാനുണ്ട് സർപ്രൈസ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാനുള്ളത്. അതൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുക പോലും, അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ചിന്തിക്കാൻ ഉള്ള കപ്പാസിറ്റി എന്തോ അതിന് മുകളിലാണ് ഇന്ന് പൃഥ്വിരാജിൻ്റെ ആ ഒരു കാസ്റ്റിങ്ങിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, ഇത് മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമയായി മാറുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ജോൺ വിക്കിലെ ബെറേഡെ നിങ്ങൾക്കറിയാമെങ്കിൽ, ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രോണിനെ നിങ്ങൾക്കറിയാമെങ്കിൽ, അതാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനിയും വരാനുണ്ട് വിദേശ താരങ്ങൾ. ഒപ്പം ഇനിയും ഞെട്ടിക്കും. മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ടെങ്കിൽ അതും ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്, സർപ്രൈസ് എലമെൻ്റ് ആയിട്ട്. കാരണം ഇത് അമ്മാതിരി കൊടൂര തൂക്കാനും അമ്മാതിരി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയുമാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു റൂമർ എന്ന് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ജെറോമി ഫ്ലിന്നിന് പിറകെ മറ്റൊരു ഹോളിവുഡ് ആക്ടർ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അത് ബ്രാഡ് പിറ്റ് ആയിരിക്കുമോ എന്നുള്ള ചോദ്യമാണെങ്കിൽ അത് ഇൻഡസ്ട്രിയെ തീ പിടിപ്പിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. മോഹൻലാൽ നായകനായെത്തുന്ന ഈ ഒരു സിനിമ മലയാളത്തിൻ്റെ ആദ്യ 500 കോടി സിനിമയായിരിക്കുമെന്ന് തന്നെയാണ് ഉറപ്പിക്കാവുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.